ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ വീണ്ടും ആരാധകരെ ഞെട്ടിക്കുകയാണ്. ന്യൂസിലാൻഡിനെതിരായ നിർണായകമായ ഏകദിന പരമ്പരയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ ക്യാമ്പിൽ അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടിരിക്കുന്നു. മധ്യനിരയിലെ വിശ്വസ്തനും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ ഋഷഭ് പന്ത് പരിക്കേറ്റ് പരമ്പരയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. വഡോദരയിലെ BCA സ്റ്റേഡിയത്തിൽ നടന്ന പരിശീലനത്തിനിടെയാണ് പന്തിന് പരിക്കേറ്റത്. എന്നാൽ പന്തിന്റെ പരിക്കിനേക്കാൾ ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാകുന്നത് പകരക്കാരനായി BCCI കണ്ടെത്തിയ പേരാണ്. ഏവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ മലയാളി താരം സഞ്ജു സാംസണോ വെടിക്കെട്ട് വീരൻ ഇഷാൻ കിഷനോ അല്ല ടീമിലേക്ക് വിളിക്കപ്പെട്ടത്. മറിച്ച് യുവതാരം ധ്രുവ് ജുറലിനെയാണ് BCCI പന്തിന്റെ പകരക്കാരനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സഞ്ജുവിനോട് BCCIക്ക് എന്താണിത്ര ശത്രുത എന്ന ചോദ്യം ഒരിക്കൽ കൂടി സോഷ്യൽ മീഡിയയിൽ അലയടിക്കുകയാണ്. ഈ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടിലേക്ക് കടക്കാം. ന്യൂസിലാൻഡിനെതിരായ പരമ്പരയ്ക്കുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലായിരുന്നു ഇന്ത്യൻ ടീം. വഡോദരയിലെ BCA സ്റ്റേഡിയത്തിലെ നെറ്റ്സിൽ തീവ്രമായ പരിശീലനം നടക്കുന്നു. സാധാരണഗതിയിൽ സ്പിന്നർമാരെയും പേസർമാരെയും നേരിടുന്നതിന് പുറമെ വേഗതയേറിയ പന്തുകൾ കളിക്കാൻ ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റുകളെ ഉപയോഗിക്കാറുണ്ട്. അത്തരമൊരു സെഷനിലായിരുന്നു ഋഷഭ് പന്ത്. ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റ് എറിഞ്ഞ അതിവേഗത്തിലുള്ളൊരു പന്ത് ഋഷഭ് പന്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ശരീരത്തിൽ ആഞ്ഞടിച്ചു. നെഞ്ചിനോട് ചേർന്നുള്ള പേശിയിലാണ് പന്ത് കൊണ്ടത്. വേദന കൊണ്ട് പുളഞ്ഞ പന്ത് ബാറ്റ് താഴെയിട്ട് ഗ്രൗണ്ടിലിരുന്നു പോയി. ഉടൻ തന്നെ ഫിസിയോയും സപ്പോർട്ട് സ്റ്റാഫും ഓടിയെത്തി പ്രാഥമിക ചികിത്സ നൽകി. വീണ്ടും ബാറ്റിംഗ് തുടരാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും വേദന കാരണം സാധിച്ചില്ല. നിരാശനായി വേദന കടിച്ചമർത്തി അദ്ദേഹം നെറ്റ്സിൽ നിന്നും ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുന്ന കാഴ്ച സഹതാരങ്ങളെയും ആശങ്കയിലാക്കി. തുടർന്ന് നടത്തിയ MRI സ്കാനിലാണ് പന്തിന്റെ പേശിക്ക് സാരമായ പരിക്കേറ്റതായി കണ്ടെത്തിയത്. ഇതോടെ ന്യൂസിലാൻഡ് പരമ്പരയിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായും പുറത്തായി. KL രാഹുൽ ഫസ്റ്റ് ചോയ്സ് കീപ്പറായി ടീമിലുണ്ടെങ്കിലും മധ്യനിരയിൽ ഒരു ഇടങ്കയ്യൻ ബാറ്ററുടെയും വിശ്വസ്തനായ കീപ്പറുടെയും അഭാവം നികത്താൻ പന്തിന് സാധിക്കുമായിരുന്നു. ആ പ്രതീക്ഷയാണ് വഡോദരയിൽ പൊലിഞ്ഞത്. പന്തിന്റെ പരിക്ക് സ്ഥിരീകരിച്ചതിന് പിന്നാലെ പകരക്കാരനാരാകും എന്ന ചർച്ച സജീവമായി. BCCI സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് വന്നപ്പോൾ പക്ഷെ പലരും അമ്പരന്നു. ഋഷഭ് പന്തിന് പകരം വിക്കറ്റ് കീപ്പർ ബാറ്ററായി ധ്രുവ് ജുറലിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. താരം ടീമിനൊപ്പം ചേർന്നു. ഇതായിരുന്നു അറിയിപ്പ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ മികച്ച പ്രകടനം നടത്തി വരവറിയിച്ച താരമാണ് ധ്രുവ് ജുറേൽ. IPLലും രാജസ്ഥാൻ റോയൽസിനായി ഫിനിഷർ റോളിൽ തിളങ്ങിയിട്ടുണ്ട്. എന്നാൽ ഏകദിന ഫോർമാറ്റിൽ അനുഭവ സമ്പത്തുള്ള മറ്റ് താരങ്ങളെ മറികടന്ന് ജുറേലിന് നറുക്കുവീണതാണ് ചർച്ചയാകുന്നത്. ഈ വാർത്ത കേട്ട നിമിഷം മുതൽ ഏറ്റവും കൂടുതൽ ഉയരുന്ന പേര് സഞ്ജു സാംസണിൻ്റെതാണ്. ഏകദിന ഫോർമാറ്റിൽ സഞ്ജു സാംസൺ എന്ന താരത്തിന് ഇതിലും വലിയൊരു അവഗണന നേരിടാനുണ്ടോ എന്ന് സംശയമാണ്. പന്തിന്റെ പകരക്കാരനാകാൻ എന്തുകൊണ്ടും യോഗ്യത സഞ്ജുവിനായിരുന്നു. ഏകദിന റെക്കോർഡ്. സഞ്ജുവിന്റെ ഏകദിന ശരാശരി 56 മുകളിലാണ്. അവസാനമായി കളിച്ച ഏകദിന പരമ്പരയിൽ സെഞ്ചുറി നേടി കളിയിലെ താരമായ ആളാണ് സഞ്ജു. ഫോമിലുള്ള പരിചയസമ്പന്നനായ ഒരു താരത്തെ മാറ്റി നിർത്തി ഏകദിനത്തിൽ അരങ്ങേറ്റം പോലും കുറിക്കാത്ത ഒരു യുവതാരത്തെ പരിഗണിക്കുന്നത് എന്ത് യുക്തിയാണ്? ന്യൂസിലാൻഡ് പരമ്പരയിൽ ഇന്ത്യക്ക് വേണ്ടത് മധ്യനിരയിൽ കളി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു താരത്തെയാണ്. ആ റോളിൽ സഞ്ജുവിനേക്കാൾ മികച്ച ഓപ്ഷൻ നിലവിൽ ഇന്ത്യക്കില്ല. സഞ്ജുവിനെയും ഇഷാൻ കിഷനെയും പരിഗണിക്കാതിരിക്കാൻ BCCI അനൌദ്യോഗികമായി പറയുന്ന കാരണം T20 ലോകകപ്പാണ്. സഞ്ജു സാംസണും ഇഷാൻ കിഷനും T20 ലോകകപ്പ് സ്ക്വാഡിന്റെ ഭാഗമാണ്. അവരുടെ ജോലിഭാരം കുറയ്ക്കാനും T20 ഫോർമാറ്റിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വേണ്ടിയാണ് ഏകദിന ടീമിലേക്ക് വിളിക്കാതിരുന്നത് എന്നാണ് വിശദീകരണം. എന്നാൽ ഈ വാദം എത്രത്തോളം വിശ്വസനീയമാണ്? T20 ലോകകപ്പിന് ഇനിയും സമയമുണ്ട്. ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പര കളിക്കുന്നത് സഞ്ജുവിന് മാച്ച് പ്രാക്ടീസ് നൽകുകയേ ഉള്ളൂ.
ഫോമിലുള്ള ഒരു താരം കളത്തിലിറങ്ങാതെ ബെഞ്ചിലിരിക്കുന്നത് എങ്ങനെയാണ് ഗുണകരമാവുക? T20 സ്ക്വാഡിലുള്ള മറ്റ് പല താരങ്ങളും ഏകദിന പരമ്പരകളിലും സജീവമാണ്. അപ്പോൾ സഞ്ജുവിനും ഇഷാനും മാത്രം എന്താണ് പ്രത്യേകത? ഇത് സഞ്ജുവിനെ തഴയാൻ കണ്ടെത്തിയ ഒരു പുതിയ ന്യായം മാത്രമാണെന്ന് ആരാധകർ വിശ്വസിക്കുന്നു. സഞ്ജുവിനെ ഏകദിന പ്ലാനുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നീക്കമാണിതെന്ന് സംശയിക്കുന്നവരും കുറവല്ല. ഇഷാൻ കിഷനും പുറത്ത്. ഇഷാൻ കിഷന്റെ കാര്യവും വ്യത്യസ്തമല്ല. ബംഗ്ലാദേശിനെതിരെ ഇരട്ട സെഞ്ചുറി നേടിയ താരമാണ് ഇഷാൻ. ആഭ്യന്തര ക്രിക്കറ്റിൽ ഇപ്പോൾ ഉജ്ജ്വല ഫോമിലുമാണ്. പന്തിന്റെ അഭാവത്തിൽ ഒരു ഇടംകയ്യൻ വിക്കറ്റ് കീപ്പറെയാണ് ആവശ്യമെങ്കിൽ ഇഷാനായിരുന്നു സ്വാഭാവിക ചോയ്സ്. എന്നാൽ അദ്ദേഹത്തെയും T20 ലോകകപ്പ് എന്ന കാരണത്താൽ മാറ്റി നിർത്തി. ഒരു താരം സെഞ്ചുറി നേടിയിട്ടും അടുത്ത പരമ്പരയിൽ ടീമിലില്ല. പിന്നീട് പരിക്ക് മൂലം ഒഴിവ് വന്നപ്പോൾ അവിടെയും പരിഗണിക്കപ്പെടുന്നില്ല. ഇത് സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്ററുടെ മനോവീര്യം തകർക്കില്ലേ? ഓരോ തവണയും ടീമിൽ നിന്ന് പുറത്താകുമ്പോഴും അദ്ദേഹം ശക്തമായി തിരിച്ചു വരുന്നുണ്ട്. വിജയ് ഹസാരെ ട്രോഫിയിലും IPLലും അന്താരാഷ്ട്ര മത്സരങ്ങളിലും കിട്ടിയ അവസരങ്ങളെല്ലാം അദ്ദേഹം തന്റെ ക്ലാസ് തെളിയിക്കുന്നു. എന്നിട്ടും സെലക്ടർമാരുടെ കണ്ണിൽ അദ്ദേഹം എന്നും രണ്ടാംകിട പൗരനായി തുടരുന്നത് എന്തുകൊണ്ടാണ്? ധ്രുവ് ജുറേൽ മികച്ച താരമാണ്. അദ്ദേഹത്തിന് ലഭിച്ച അവസരത്തെ ആരും കുറച്ചു കാണുന്നില്ല. പക്ഷെ അത് സഞ്ജുവിനെ പോലൊരു സീനിയർ താരത്തിന്റെ അവസരം നിഷേധിച്ചുകൊണ്ടാകുമ്പോൾ അത് നീതികേടാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ ലോബികൾ പിടിമുറുക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ്. ഋഷഭ് പന്തിന്റെ അഭാവം ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്തിനെ ബാധിക്കും. KL രാഹുലിന് പരിക്കേറ്റാൽ വിക്കറ്റ് കീപ്പിംഗ് ആരു നടത്തും എന്നതിനും ഇപ്പോൾ ഉത്തരമായിരിക്കുന്നത് ജുറേലാണ്. എന്നാൽ സമ്മർദ്ദഘട്ടങ്ങളിൽ ന്യൂസിലാൻഡിനെ പോലൊരു മികച്ച ടീമിനെതിരെ ജുറേലിന്റെ പരിചയക്കുറവ് ഇന്ത്യക്ക് വിനയാകുമോ എന്ന് കണ്ടറിയണം. സഞ്ജു സാംസൺ ടീമിലുണ്ടായിരുന്നെങ്കിൽ ആ ആത്മവിശ്വാസം വേറെ തന്നെയായിരുന്നു. മധ്യനിരയിൽ ആങ്കർ ചെയ്യാനും അവസാന ഓവറുകളിൽ അടിച്ചു തകർക്കാനും സഞ്ജുവിനുള്ള കഴിവ് ഇന്ത്യക്ക് മുതൽക്കൂട്ടാകുമായിരുന്നു. വഡോദരയിൽ പന്തിന് പരിക്കേറ്റത് നിർഭാഗ്യകരമാണ്. എന്നാൽ അതിലും വലിയ നിർഭാഗ്യം സഞ്ജു സാംസൺ എന്ന താരത്തിൻ്റെതാണ്. കഴിവുണ്ടായിട്ടും കണക്കുകൾ അനുകൂലമായിട്ടും കസേരകളിൽ എന്നും പുറത്താകാനാണ് അദ്ദേഹത്തിന്റെ വിധി. ധ്രുവ് ജുറേലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പക്ഷേ സഞ്ജുവിനോട് കാണിക്കുന്ന ഈ അവഗണന ചരിത്രം രേഖപ്പെടുത്തും. ജസ്റ്റിസ് ഫോർ സഞ്ജു എന്നത് വെറുമൊരു ഹാഷ്ടാഗ് മാത്രമല്ല, അത് ഇന്ത്യൻ ക്രിക്കറ്റിലെ നീതി നിഷേധത്തിന്റെ നേർചിത്രമാണ്.